നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഇനി ഭരിക്കാൻ പോകുന്നത് സൈന്യമാണ് എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് അവിടുത്തെ ഭരണാധികാരിയായ ഷേഖ് ഹസീനെ പുറത്താക്കിയത് അമേരിക്കയുടെ ചാരനായ ബംഗ്ലാദേശിൻ്റെ സർവ്വസൈന്യാധിപൻ വാഖറുസ്സമാനാണ്. അങ്ങനെയാണെങ്കിൽ വാഖറുസ്സമാൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇനി ബംഗ്ലാദേശിലെ ഭരണം കൈകാര്യം ചെയ്യും. ഷേഖ് ഹസീനെ അട്ടിമറിച്ചിട്ട് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഒരു പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയാണ് അതിൻ്റെ ചരട് വലിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം അറിഞ്ഞിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഈ രഹസ്യ അട്ടിമറിക്കുള്ള എല്ലാ പിന്തുണയും നൽകിയത് വാഖറുസ്സമാനാണ്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപനായ വാഖറുസ്സമാൻ ഷേഖ് ഹസീനയുടെ അടുത്ത ബന്ധുവാണ്. കൂടാതെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം വെച്ചു പുലർത്തി. അന്ന് ഷേഖ് ഹസീനെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത്, എല്ലാ ഒരുക്കങ്ങൾക്കും തയ്യാറാക്കി കൊടുത്തതെല്ലാം തന്നെ ഈ സൈന്യാധിപനാണ്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഈ സൈന്യാധിപൻ CIA ഏജൻ്റായിരുന്നു. പറയുന്നത് ബംഗ്ലാദേശിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അസദുസ്സമാൻ ഖാൻ കമാൽ തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ ഇത്തരത്തിൽ വളരെ ഗൗരവമായ ഒരു വെളിപ്പെടുത്തൽ നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കണം. ഇപ്പോഴും രാജ്യത്ത് നിന്ന് കൃത്യമായ സൂചനകളും തെളിവുകളുമൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അല്ലെങ്കിൽ ആ രാജ്യത്തെ സൈന്യാധിപനെതിരെ ഇത്രയും ധൈര്യമായ ഒരു വെളിപ്പെടുത്തൽ അസദുസ്സമാൻ ഖാൻ കമാൽ നടത്തിയാൽ പിന്നീട് അയാൾക്ക് ജീവനോടെ അവിടെ കഴിയാൻ പറ്റുമോ എന്ന കാര്യം പോലും സംശയമാണ്. എന്നിട്ടും ഈ വെളിപ്പെടുത്തൽ നടത്തി. ശരിക്കും പറഞ്ഞാൽ ദക്ഷിണേഷ്യയിൽ വളരെ പവർഫുള്ളായ കുറേ രാജ്യത്തലവന്മാരുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്, ഒപ്പം ബംഗ്ലാദേശിൽ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന ഷേഖ് ഹസീന. ഈ ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്. ഇങ്ങനെയാണെങ്കിൽ CIAക്ക് ആ മേഖലയിൽ കൃത്യമായ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അങ്ങനെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടാക്കി ഒരു കലാപമുണ്ടാക്കി ഷേഖ് ഹസീനയെ പുറത്താക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപ് ഞങ്ങൾക്ക് വേണമെന്നും അവിടെ ഒരു ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും ഷേഖ് ഹസീനയെ അറിയിച്ചതാണ്. പക്ഷേ അവർ അതിനോട് തയ്യാറായില്ല, അതിനോട് യോജിച്ചില്ല. അങ്ങനെ ഒരു നീക്കവും നടത്തിയതുകൊണ്ട് ഇനി ഷേഖ് ഹസീനയുടെ ഭരണകൂടം അവിടെ വേണ്ട എന്ന് അമേരിക്ക അങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ അടങ്ങിയ ഡീപ് ഹാൽഡർ, ജയ്ദീപ് മജുംദാർ, സാഹിദുൽ ഹസൻ സോക്കോൺ എന്നിവർ ചേർന്ന് എഴുതിയ ഒരു ബുക്കുണ്ട്, ഇൻഷാ അള്ളാ ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് അൺഫിനിഷ്ഡ് റവല്യൂഷൻ. ഇന്ന് വരെ അത് പുറത്തിറങ്ങിയിട്ടില്ല. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ജഗ്ഗർനോട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബുക്കിലെ വെളിപ്പെടുത്തലാണ് ഞെട്ടിക്കുന്നത്. ഹസീനയെ അമേരിക്കയുടെ CIA ഏജൻ്റായിട്ടുള്ള ബംഗ്ലാദേശ് സൈന്യാധിപൻ വാഖറുസ്സമാൻ അട്ടിമറിക്കുന്നു. ഇവിടെ ഷേഖ് ഹസീന ഇപ്പോൾ ചില പ്രതികരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവർ രാജ്യത്ത് നിന്ന് പുറത്തായതിനു ശേഷം ഇത്രയും വിപുലമായ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇതാദ്യമാണ്. അതായത് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കുമൊക്കെ കടുത്ത ഭീഷണിയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ്റിന് മേൽ യാതൊരു നിയന്ത്രണവും ഈ മുഹമ്മദ് യൂനിസിനില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ഭരണം ഇനി സൈന്യത്തിൻ്റെ കയ്യിലേക്ക് വരാം. കാരണം ഡിസംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമെന്നാണ് സൂചന. കാരണം ഷേഖ് ഹസീനയുടെ അവാമി ലീഗിന് അവിടെ മത്സരിക്കാൻ പോലും അവസരം നൽകുന്നില്ല. ജനാധിപത്യം തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം ഷേഖ് ഹസീന പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വാഖറുസ്സമാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു CIA ഒക്കെ ഏജൻ്റാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം വരുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്ന സൈന്യാധിപനെ അമേരിക്ക വിലക്കെടുക്കുമെന്ന് ഷേഖ് ഹസീന പ്രതീക്ഷിച്ചില്ല. ഒന്നുകിൽ ഭീഷണി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണമോ മറ്റു കാര്യങ്ങളോ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു അട്ടിമറി നടത്തി വാഖറുസ്സമാനെ പുറത്താക്കുമെന്ന് CIA വ്യക്തമാക്കിയാൽ അയാൾക്കത് അനുസരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയും ഒരു നീക്കം നടത്തിയേക്കാം. ഇവിടെ ഇപ്പം ഷേഖ് ഹസീന പറയുന്നത് ഹിസ്ബുത്ത് തഹ്രീർ പോലെയുള്ള ഭീകര സംഘടനകളാണ് ബംഗ്ലാദേശിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത്. എന്തിന്? 2016 കഫേ അറ്റാക്ക് നടത്തി 20ഓളം പേരെ കൊന്ന ചില ആളുകൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഭരണത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇത് വലിയ ഞെട്ടിപ്പിക്കുന്ന നീക്കമാണ്. 2024 ഓഗസ്റ്റ് 5 ബംഗ്ലാദേശ് വിട്ട് ഷേഖ് ഹസീന പുറത്തേക്ക് പോകുന്നത്. ഈ പുറത്തേക്ക് പോയപ്പോൾ എല്ലാ സഹായം ചെയ്തത് അവിടുത്തെ സൈന്യാധിപനാണെന്നാണ് ഇതുവരെ കരുതിയത്.
അപ്പോൾ അമേരിക്കയ്ക്കുള്ള ലക്ഷ്യങ്ങൾ താല്പര്യങ്ങളൊക്കെ ദക്ഷിണേഷ്യയിൽ നടപ്പാകണമെങ്കിൽ അവർ പറയുന്ന ഒരു പാവ സർക്കാർ അവിടെ വേണം. 1990-കൾ മുതലാണ് ശരിക്കും ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത്. അത് ഷേഖ് ഹസീനയാണ്. അങ്ങനെയുള്ള ഷേഖ് ഹസീന ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. സാമ്പത്തികമായിട്ട് ആ രാജ്യം വലിയ അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെ മുന്നോട്ട് പോകണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുകയാണ്. അതായത് ഷീ ജിൻപിങ്ങിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇരു രാജ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഷേഖ് ഹസീന സർക്കാർ ഇനിയും അവിടെ വാഴാൻ പാടില്ല എന്നൊരു നിലപാട് CIA അല്ലെങ്കിൽ അമേരിക്ക എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി CIA ഏജന്റ് ആയിരുന്നു എന്ന് വെളിപ്പെട്ടതോടുകൂടി ഇനി രാജ്യത്തിൻ്റെ ഭരണം ഞാൻ നിയന്ത്രിച്ചോളാം എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കാം. ഇതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇപ്പുറത്തേക്ക് നോക്കൂ, തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാൻ. അവിടെ അസിം മുനീർ ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് ഫീൽഡ് മാർഷൽ പദവിക്ക് കൂടുതൽ അധികാരവും അവകാശവും നേടിയെടുക്കുന്നു. തൊട്ടിപ്പുറത്ത് വാഖറുസ്സമാൻ അധികാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പാക് ആർമിയും ബംഗ്ലാദേശ് ആർമിയും തമ്മിൽ ചില ബന്ധങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു വരുന്ന വാർത്തയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും തുടർച്ചയായി അധികാരത്തിൽ വരുന്ന ഹസീന അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ആയതുകൊണ്ട് ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കവും നടത്തി. ഇപ്പോൾ ഹസീന ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, യൂനിസ് അധികാരത്തിലെത്തിയതിനു ശേഷം ബംഗ്ലാദേശിനെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അവിടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭവുമായിട്ട് വന്നപ്പോൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത് മുഹമ്മദ് യൂനിസാണ്. ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ തന്നെ വാഖറുസ്സമാൻ പിന്നിലിരുന്ന് കൃത്യമായിട്ട് കരുക്കൾ നീക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സർക്കാരിൻ്റെ പതനത്തിന് കാരണം ആൾമാറാട്ടക്കാരും ഭീകരവാദത്തെ ന്യായീകരിക്കുന്നവരുമാണെന്ന് ഹസീനയും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ ഇസ്ലാം രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നിൽക്കുന്ന വികസിത മുസ്ലിം രാജ്യങ്ങൾ, അതുപോലെ US, ഇവരൊക്കെ ചില താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതുകൊണ്ടാണ് ഈ സുഡാനിൽ പോലും വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അവിടുത്തെ ഗോൾഡ്, റെയർ എർത്ത് മിനറൽസ് ഇവയൊക്കെ സ്വന്തമാക്കാനായിട്ട് ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടെ മനുഷ്യക്കുരുതി എത്ര നടന്നാലും അവർക്ക് പ്രശ്നമല്ല. അതിനുവേണ്ടി എന്തും ചെയ്യും. ഇതിന് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം പോലും അവസാനിക്കാതെ നീണ്ടു പോകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ്. എന്തായാലും ഹസീന ഈ ബംഗ്ലാദേശിൻ്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഇതുവരെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഹസീനയ്ക്ക് ഇപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. കാരണം ജനാധിപത്യം തിരിച്ചു വരണമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നിലപാടെടുക്കുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ അവിടുത്തെ കോടതികൾ ഇടപെടണം. പക്ഷേ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളായിട്ട് കോടതികൾ അധപ്പതിച്ചു എന്നും ഷേഖ് ഹസീന കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും മതതീവ്രവാദികളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ബംഗ്ലാദേശ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. ബിസിനസ് താല്പര്യങ്ങളുമായിട്ട് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സുഡാനിൽ ഇപ്പോൾ ഇടപെടുന്നത് ബംഗ്ലാദേശിൽ ഇടപെട്ടതിൻ്റെ ബാക്കി പത്രമാണെന്നും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വാഖറുസ്സമാൻ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണാധിപനായി മാറുന്ന കാലം വിദൂരമാകില്ല എന്നും കരുതുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്കും അത് താല്പര്യമാണ്. ദക്ഷിണേഷ്യൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ വളരെ പവർഫുൾ അല്ലാത്ത ഭരണകൂടങ്ങൾ അവിടെ വരണം. ഇന്ത്യയിലും ചൈനയിലും വളരെ ശക്തമായ ഭരണാധിപന്മാരാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, ഇതാണ് അമേരിക്കയുടെ നീക്കം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഖറുസ്സമാൻ്റെ ഈ CIA പ്രവർത്തനം ലോകത്തെ തന്നെ ഞെട്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അസദുസ്സമാൻ കമാൽ എന്ന് പറയുന്ന അവിടുത്തെ മുൻ ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഒപ്പം ഷേഖ് ഹസീന പറയുന്നു, ഞാൻ അവിടേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. ജനാധിപത്യത്തെ കുഴിച്ചു മൂടാനാണ് CIA-യും അമേരിക്കയും ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്നാണ് ലോകം ശരിക്കും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.